എന്തു പറ്റി? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആ മണവാട്ടി പെണ്ണിന് വട്ട് പിടിച്ച് അത് തുള്ളിച്ചാടി അങ്ങോട്ട് പോയി. എല്ലാരും അതിന്റെ പിന്നാലെ ഓടിയിരിക്ക. വാമോനെ ശക്കരെ, ഇത്ര പെട്ടെന്ന് തമ്മിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇതാണോ നീ പറഞ്ഞ ബ്രാൻഡ് ന്യൂ ഗുണ്ടകൾ? ആ കൊള്ളാം. ഹലോ, നമ്മൾ ബത്തേരി ബാപ്പു കൊലകൊല്ലിന്നാണ് കേടി ലിസ്റ്റില്. ഞാൻ വടക്കാഞ്ചേരി വക്കച്ചൻ, വിടക്ക് വക്കൻ എന്ന് പറയും. ഞാൻ പട്ടാമ്പി രവി, ചട്ടമ്പി രവി എന്നറിയും. ഞാൻ ശിവരാമൻ. ശിവരാമൻ എന്ന് പറഞ്ഞ എല്ലാവരും അറിയും. നമുക്ക് ഈ പഴയതും പുതിയതും തമ്മിലൊന്ന് മാറ്റി വരച്ച് നോക്കാം. അനക്ക് പഴയ ഗുണ്ടകളെ പുച്ഛമാണ് അല്ലടാ പാട്ടികളെ. അടിയടോ. സാസം മോളിന്ന് വെറുതാ കീഴേന്ന് വെറുതാ ഒന്നുമേ പുരിയാത്. അമ്മേ, നമ്മൾ ഇത്രയോ ഓടിയിട്ടും അവളെ കിട്ടിയില്ലല്ലോ. കിട്ടാതിരിക്കുന്നതാ നല്ലത്. അതേതോ പ്രേതബാധയുള്ള സ്ത്രീയാ. അണ്ണേ, എന്തോ തണ്ണി. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഓടിക്കോ, എല്ലാരും ഓടിക്കോ. ചേട്ടാ, കേസ് ആകെ തിരിഞ്ഞിരിക്കുക. അവള് ഡ്രഗ് അഡിക്റ്റ് ആണെന്നാണ് അവളുടെ വീട്ടിൽ ഒരാൾ മൊഴി കൊടുത്തിരിക്കുന്നത്.
ഇപ്പൊ ആൽക്കഹോളിക്കായ ശിവനും ഡ്രഗ് അഡിക്റ്റ് ആയ പാർവതിയും ചേർന്ന് പ്രവീണിനെ കൊണ്ട് നടത്തിയ തട്ടിപ്പാണിതെന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മുടെ തൊട്ടു പുറകെ തന്നെ ശത്രുവുണ്ട്. നീയോ ഞാനോ ഏത് നിമിഷവും കൊല്ലപ്പെടും. ഇത്രയും നാൾ നമ്മുടെ കൺമുന്നിൽ ഒരേ ഒരു ശത്രു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രവീൺ. ഇപ്പം അവനില്ല. അവനാരെന്നോ അവനെ അയച്ചവനാരെന്നോ നമുക്കറിയില്ല. ഒന്ന് മാത്രം അറിയാം, യഥാർത്ഥ ശത്രു നിന്റെ വീട്ടിൽ തന്നെയാണ്. അവനെ പേടിച്ച് നമ്മൾ ഓടാൻ തുടങ്ങിയ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ ഭയന്നോടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് അവൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുൻപ് അവനെ അവൻ്റെ മടയിൽ നമ്മൾ നേരിടുന്നു. പാർവതിയുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. വർഷങ്ങൾക്ക് ശേഷം ശിവരാമൻ വീണ്ടും വക്കീൽ കോട്ടിടാൻ പോവുകയാണ്. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഈ കേസ് ഏൽപ്പിക്കണം. എന്റെ കർത്താവേ, നീ കാത്തു. ദേ, ശിവരാമൻ വീണ്ടും കോട്ടിടാൻ പോകുന്നു. ശിവരാമൻ കോട്ടിട്ട് കോടതി പോകുന്ന കോട്ടുവായിടാനല്ല, ശത്രുവിന്റെ കോട്ട തകർത്ത് തരിക്കണം. പാർവതിക്ക് എന്നെ പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ ക്ഷണിക്കുന്നത് പാർവതിയുടെ സ്വന്തം വീട്ടിലേക്കാണ്. എവിടെയാവൻ? ഞാൻ തടയാൻ ശ്രമിച്ചതാ, തട്ടി മാറ്റി അയാൾ അകത്ത് കയറി. ഓം കൃഷ്ണായ നമഃ, ഓം ധയായ നമഃ. ഹുസ്. ശം, ശം, ശം. എഴുന്നേക്കടാ. കൃഷ്ണ ഭഗവാനെ, എടാ എഴുന്നേക്കാൻ. ആ എല്ലാരും എത്തിയോ? ഇറങ്ങടാ. ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നത്. നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ പുന്നാര മകൾ പാർവതിയെ ഒരു പോർല് പോലും ഏൽക്കാതെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായെങ്കിലും ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ. 5 കോടി രൂപ കൈ കിട്ടിക്കഴിഞ്ഞപ്പോ അവളെ ഇവിടെ കൊണ്ടുവന്നാക്കി നല്ലവനായി തിരിച്ചു പോകാന്ന് കരുതിയല്ലേ നീ? 2 കൊലപാതകങ്ങളാണ് നീ ഈ കുടുംബത്തിൽ ചെയ്തിട്ടുള്ളത്. അതിനും വാങ്ങിച്ച പണത്തിനും സമാധാനം പറയാതെ നീ ഇവിടെ നിന്ന് പോവില്ല. അയ്യടാ, അതിന് ഞാൻ തിരിച്ചു പോകുന്നില്ലല്ലോ. ഇപ്പൊ പറഞ്ഞില്ലേ 2 കൊലപാതകങ്ങളും 5 കോടി രൂപയെന്ന്? അതാരാണ് ചെയ്തതെങ്കിലും അവനെ കൊണ്ട് ശിവരാമൻ പോവും. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അതിനു മുമ്പ് നിന്നെ പോലീസിനെ കൊണ്ട് തൂക്കി ലോക്കപ്പിലാക്കും. ഒരു പോലീസിനും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല തോമസ് കുട്ടി. ഞങ്ങളെയാ? ഇത് പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ ഓർഡർ. എന്റെ കക്ഷിയും എന്റെ ഭാര്യയുമായ പാർവതിയും ഒന്നിച്ച് അവൾക്കൂടെ അവകാശപ്പെട്ട ഈ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിന് ആരും തടയാതിരിക്കാനുള്ള കോർട്ട് ഓർഡർ. ലീഗൽ അഡ്വൈസർ? യെസ് പ്ലീസ്. ശരിയാ, കോർട്ട് ഓർഡറാ. ഇത് ലംഘിച്ച അത് കോർട്ടല്ലേ? കോടതിയിലല്ലേ, അത് അവിടെ നോക്കിക്കോളാം. ഇവൻ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ നമ്മൾ മതി. വേണ്ട, കോർട്ട് ഓർഡർ ആരും ലംഘിക്കണ്ട. അവൻ താമസിക്കാൻ വന്നതല്ലേ, താമസിച്ചോട്ടെ. കൈയെടുക്ക് ഭായി, കൈയെടുക്ക്. പാറു, എവിടെയാണ് നമ്മുടെ ബെഡ്റൂം? നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയില്ലേ? കാലിൽ എത്ര വിരലുണ്ട്? 4, 5, 4 ഉള്ള. സ്വാമിയേ ശരണമയ്യപ്പോ.